ചക്ക വേവിച്ചതും ചക്ക ഉപ്പേരിയും ചക്കപ്പഴവും ഒക്കെ കഴിച്ച് മടുത്തേ. ഇനിയിപ്പോൾ നമുക്ക് ഒരു ചക്ക മിച്ചറിൻ്റെ റെസിപ്പി ആയാലോ എന്നാണ് ആലോചിച്ചത്. അപ്പോൾ പിന്നെ നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. ചക്കച്ചുളത് എങ്ങനെ കീറിയിട്ട് ചരിച്ച് ഒന്ന് അരിയണേ. കട്ടി കുറച്ചിട്ട് നമ്മുടെ മിച്ചറിനൊക്കെ പരുവം മനസ്സിലായി കാണുമല്ലോ. ഇത്രയും ഇങ്ങനെയാണ് അരിയേണ്ടത്. അപ്പോൾ ചക്ക സീസൺ ആയി കഴിഞ്ഞാൽ നമ്മൾ ചക്ക വേവിക്കാറും പഴുപ്പിച്ച് കഴിക്കാറൊക്കെ ഉണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കുന്നവർ വളരെ കുറവാണ്. പക്ഷെ വളരെ ടേസ്റ്റിയാണ് കേട്ടോ. പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, ഭയങ്കര രസമാണ്. പക്ഷേ ഒരുപാടൊന്നും കഴിക്കാൻ കിട്ടത്തില്ല കേട്ടോ. നമ്മൾ എന്തരിഞ്ഞ് കൂട്ടുമ്പോഴാണ് ഇത് കുറച്ചൊക്കെ ആവുന്നതെന്ന് ഓർത്തോണം. ഭയങ്കര രസമാണ്. ചക്ക ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം നമ്മൾ എല്ലാം ചക്ക എല്ലാം അരിഞ്ഞെടുത്തത് ഇത്രയും ചക്കയുണ്ട് കേട്ടോ. എല്ലാം ഏകദേശം ഒരേപോലെയൊക്കെ അരിയാൻ ശ്രമിക്കണം. കട്ടി ഒരുപാട് കൂടി പോകരുത്. പിന്നെ നമ്മൾ കുറച്ച് കപ്പലണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. മൊത്തം തൊലിയും കൂടെ കളയണ്ട, കുറച്ച് തൊലിയൊക്കെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. പിന്നെ തൊലി കളയാതെ കുറച്ച് വെളുത്തുള്ളി നന്നായിട്ട് കഴുകി വെയിലത്ത് ഉണങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ എത്രയും കറിവേപ്പില ഇട്ടാമോ അത്രയും കറിവേപ്പിലയും കൂടെ എടുത്തു. അതും അടിപൊളിയാണ്. കറിവേപ്പിലയുടെ ഒക്കെ ടേസ്റ്റിന് മുന്നേ നിൽക്കും. പിന്നെ നമുക്ക് എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് ഈ കറിവേപ്പില ഒന്ന് ഇട്ട് വറുത്ത് കോരാമേ. ഒരു സ്ഫോടനം തന്നെ അവിടെ നടന്നു കേട്ടോ. ഞാൻ പിന്നോട്ട് മാറിയില്ലായിരുന്നെങ്കിൽ എന്നെ ഈ ഒരു കോലത്തിൽ കിട്ടത്തില്ലായിരുന്നു. എന്നെ ആ കളറാന്ന് നോക്കിയിരുന്നു, പച്ച കളറാണേ. ഇനി ആ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് വെളുത്തുള്ളിയും കൂടി ഇട്ട് വറുത്ത് കോരി എടുക്കാമേ. അപ്പോൾ ഈ വെളുത്തുള്ളിയുടെയും കറിവേപ്പിലയുടെയും ഒക്കെ ടേസ്റ്റ് ആ എണ്ണയിൽ അങ്ങ് ഇറങ്ങും. പിന്നെ ബാക്കി വറുത്ത് കോരുന്നതിലൊക്കെ ആ ടേസ്റ്റ് ഉണ്ടാവുമേ. അപ്പം നന്നായിട്ട് വറുത്ത് കോരി എടുക്കാമേ. ഒരുപാട് കരിയുന്ന ലെവൽ വരെ ഇരിക്കരുത് കേട്ടോ. പിന്നെ നമുക്ക് നമ്മുടെ കപ്പലണ്ടിയും കൂടി ഇട്ട് ഒന്ന് വറുത്തെടുക്കാം. തീ കുറച്ച് വയ്ക്കണേ. കപ്പലണ്ടി പെട്ടെന്ന് കരിഞ്ഞു പോലെ നമ്മളിതൊക്കെ വാരി എടുക്കുമ്പോഴത്തേക്കും അത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഒരു മീഡിയം പരുവാകുമ്പോഴത്തേക്കും നമ്മൾ വാങ്ങി വെച്ചാൽ ആ ചൂടുകൊണ്ട് തന്നെ ഇത് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ വെളിയിലത്തെ അടുപ്പിലാണ് ഇത് ചെയ്യുന്നത്, മുറ്റത്ത് വിറകടുപ്പിൽ. അപ്പോൾ ഇതാ ചക്ക വറുത്ത് വെച്ചിട്ടുണ്ട്. രാവിലെ തുടങ്ങിയ പണിയാണ്. ഇവിടുന്ന് ഒരു കോണിൽ നിന്ന് ചക്ക തീരുന്നുണ്ട്. ചക്കക്കള്ളി ഇവിടുന്ന് ചക്ക ഓരോന്നോരോന്നായിട്ട് എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ കപ്പലണ്ടി കറക്റ്റ് പരുവായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വാങ്ങിയെടുത്ത് വെക്കാമേ. കപ്പലണ്ടി കോരിയിട്ടുണ്ട്, അതിപ്പോൾ കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ചക്കയിട്ട് നന്നായിട്ട് വറുത്ത് കോരി എടുക്കാമേ. ഈ ചക്കയൊന്നാകുമ്പോഴത്തേക്ക് അവൾ അവിടെ നിന്ന് കഴിച്ച് എനിക്കൊരു കൊതിയായി കേട്ടോ. അപ്പോൾ ചക്ക എന്ന് പറഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല ചക്കയാണ് ഇത് വറക്കാൻ. എല്ലാ ചക്ക ഇങ്ങനെ വറക്കാൻ കറക്റ്റ് കിട്ടില്ല. അപ്പോൾ ഇത് കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ചൂടാണ്, വെയിലിൻ്റെ ചൂട്, മുറ്റത്ത് ഈ വിറകിൻ്റെ ചൂട് എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും ഭയങ്കര പാടായിരുന്നു വറുത്ത് പോരാൻ. അപ്പോൾ രാവിലെ തുടങ്ങിയ പണിയാണ്. അപ്പോൾ കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വറുത്തെടുക്കാമേ. വറുത്ത് കോരി ഇങ്ങനെ ഇടാം. അങ്ങനെ 2-3 ബാച്ചായിട്ട് കുറച്ച് ഉണ്ട്. അപ്പോൾ അത്രയും നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോരും കേട്ടോ. ഇനി നമുക്ക് പിള്ളേരെ കളിപ്പിക്കാനായിട്ടേ കുറച്ച് അവലും കൂടെ എടുക്കാമേ. അപ്പോൾ അവലും കൂടെ വറുത്ത് ഇതിനകത്ത് ഇട്ടാൽ കുറച്ചും കൂടെ ഒന്ന് പൊളിച്ചിരിക്കും, കഴിക്കാൻ ഏറെ ഉണ്ടാവും. പക്ഷേ ഈ അവൽ കള്ള അവലായിരുന്നു കേട്ടോ. ഇത് കണ്ട, അത് വറുത്ത് വന്നില്ല, ജസ്റ്റ് എണ്ണ കുടിച്ചങ്ങ് താന്നു പോയി. സാധാരണ അങ്ങനെയല്ല, ഇടുമ്പോഴത്തേക്ക് ഇതിങ്ങനെ പൊരിഞ്ഞ് നമ്മുടെ പോപ്കോണൊക്കെ വരുന്ന പോലെ വരേണ്ടതാണ്. അപ്പോൾ നമ്മുടെ ചക്കയൊക്കെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഉപ്പും കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ്, കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാമേ. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് അവൽ അത്ര പോരാ, ഇടണ്ട എന്ന് വിചാരിച്ചാണ്. പിന്നെ വറുത്ത് വെച്ചിരിക്കുന്ന അവൽ എന്തിന് എടുക്കാനാണ്, വേറെ ഒന്നിനും എടുക്കാനില്ലല്ലോ. അപ്പോൾ പിന്നെ ഇതേ തന്നെ ചേർത്തേക്കാം എന്ന് തന്നെ വിചാരിച്ചു. അമ്മ പറഞ്ഞ് അങ്ങ് ചേർത്തേക്കാം. അങ്ങനെ ചേർത്ത് എല്ലാം കൂടെ മിക്സ് ചെയ്തു. നല്ല അടിപൊളിയാണ് കേട്ടോ. എന്നാ ടേസ്റ്റാണെന്നറിയാമോ. അപ്പോൾ ഈ വെയിലത്തിരുന്ന് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഇത്തിരി കഴിക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ കടുങ്കാപ്പിയൊക്കെ കൂട്ടി മിച്ചർ കഴിച്ചു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.